ഹലോ എവ്രിവൺ, അസ്സലാമു അലൈക്കും. ഈസി ആയിട്ട് നല്ല ടേസ്റ്റുള്ള ഒരു മന്തി റൈസ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. ഈ റൈസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ നമുക്ക് ചിക്കനോ ഫിഷോ എന്ത് വേണമെങ്കിലും പെയർ ചെയ്യാൻ പറ്റും. വളരെ സിമ്പിളായിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉണ്ടെങ്കിൽ നമുക്കിത് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. ഇതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ബ്ലാക്ക് ലെമൺ ഉണ്ട്, ഹോൾ സ്പൈസസ് ഉണ്ട്, ഗ്രീൻ ചില്ലി ഉണ്ട്, പിന്നെ ഒരു ഓണിയനും ഒരു ക്യാപ്സിക്കം, പിന്നെ ചിക്കൻ സ്റ്റോക്ക് യൂസ് ചെയ്യുന്നുണ്ട്. അത് ഓപ്ഷണലാണ്, വേണ്ടാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഓണിയൻസും ക്യാപ്സിക്കം നല്ല നൈസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. അത്യാവശ്യം നല്ല സ്ട്രോങ് ഉള്ള ഒണിയൻ ആയതുകൊണ്ട് ഞാൻ കുറച്ച് കരിഞ്ഞും കൊണ്ടാണ് കട്ട് ചെയ്തെടുത്തത്. അങ്ങനെ ഇതെല്ലാം കട്ട് ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്ക് അരി ഒന്ന് കഴുകിയെടുക്കാം. ബസ്മതി റൈസാണ് യൂസ് ചെയ്യുന്നത്. ഇത് ആദ്യം സോക്ക് ചെയ്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാം തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിലേക്ക് വേണ്ടി ഞാൻ സാഫ്രോൺ വെള്ളത്തിലിട്ടിട്ട് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാക്സിമം അതിൻ്റെ കളറൊക്കെ അതിൽ കിട്ടും. അരി കഴുകാൻ ഞാൻ ഒരാളെ ഹെൽപ്പിന് വിളിച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പം നേരത്തെ എനിക്ക് ഇൻഗ്രീഡിയൻസിൻ്റെ കൂടെ ഗാർലിക്ക് കാണിക്കാൻ മറന്നുപോയിട്ടുണ്ട്. അപ്പോൾ അതും കൂടി വേണം. കുറച്ച് ഗാർലിക്ക് എടുത്തിട്ട് ഒന്ന് സ്ലൈസ് ചെയ്ത് വെക്കാം. പാനിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഹോൾ സ്പൈസസ് എല്ലാം ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള ഗാർലിക്ക്, ഒനിയൻസ്, ഗ്രീൻ ചില്ലി ഒക്കെ ഇട്ടിട്ട് സോട്ട് ചെയ്തെടുക്കുക. ഗ്രീൻ ചില്ലി ഞാൻ കട്ട് ചെയ്യാതെ ഹോളായിട്ട് തന്നെ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇത് സോട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നല്ല അടിപൊളി സ്മെല്ല് വരും. അതിങ്ങനെ ലാസ്റ്റ് നമുക്ക് ക്യാപ്സിക്കം കൂടി ഇട്ടിട്ട് നല്ലോണം സോട്ട് ചെയ്തെടുക്കുക. ക്യാപ്സിക്കം ഇട്ടിട്ട് ഓവർ കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ക്യാപ്സിക്കം പെട്ടെന്ന് കുക്കാവും. ഈ സമയത്ത് മാഗി ക്യൂബ് ആഡ് ചെയ്യുന്ന ആൾക്കാർ ഈ സമയത്ത് തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. മാഗി ക്യൂബ് ഇടുന്നതുകൊണ്ട് തന്നെ ഞാൻ ലാസ്റ്റ് അരി ഇട്ടതിന് ശേഷം സോൾട്ട് നോക്കിയിട്ട് വേണമെങ്കിൽ മാത്രമേ ആഡ് ചെയ്ത് കൊടുക്കലുള്ളൂ. ഇനി നമുക്ക് വെള്ളം ചൂടാക്കി എടുക്കാം. ഇതുപോലെ നമ്മൾ ഗ്യാസ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും ഇങ്ങനെ സൈഡിലൊക്കെ തുടച്ച് കൊടുക്കുന്ന പണി ആർക്കൊക്കെ ഉണ്ട്. എന്തായാലും ഇങ്ങനെ തുടച്ച് എൻ്റെ കയ്യിൽ ഫുള്ള് പൊള്ളി അടിയാളുണ്ട്. ഞാൻ അരി എടുക്കാൻ യൂസ് ചെയ്ത സെയിം ഗ്ലാസ്സിൽ തന്നെ ഒരു ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം കണക്കിലാണ് ഞാൻ വെള്ളം വെക്കുന്നത്. അങ്ങനെ വെള്ളം നല്ല തിളച്ച ശേഷം നമ്മൾ നേരത്തെ സോട്ട് ചെയ്ത് വെച്ച പാത്രത്തിലേക്ക് ഈ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടി നല്ലോണം ഒന്ന് തിളപ്പിക്കുക. അതിനുശേഷം നമ്മൾ ഡ്രെയിൻ ചെയ്ത് വെച്ച റൈസ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ സമയത്ത് സോൾട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും കുറച്ചും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഈ യെല്ലോയിഷ് കളർ വന്നത് ചിക്കൻ സ്റ്റോക്കിൻ്റെതാണ്, അല്ലാതെ മഞ്ഞൾപ്പൊടി നമ്മൾ യൂസ് ചെയ്തിട്ടില്ല, യൂസ് ചെയ്യാനും പാടില്ല. ഇനി ഇടയ്ക്കൊക്കെ ഒന്ന് തുറന്ന് നോക്കിയിട്ട് നല്ല തിളച്ച് വരുന്ന സമയത്തൊന്ന് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക. 1-2 പ്രാവശ്യം മിക്സാക്കിയാൽ മതി. ഇനി ആ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ച സാഫ്രോൺ വാട്ടറിലേക്ക് നമുക്ക് കുറച്ച് റോസ് വാട്ടറും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. കുവൈറ്റിൽ നമുക്ക് കിട്ടുന്ന മജ്ബൂസിനൊക്കെ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് കിട്ടുന്നത് സത്യം പറഞ്ഞാൽ ഈ റോസ് വാട്ടർ ആഡ് ചെയ്യേണ്ടവർ. ഇത് ഒഴിക്കുമ്പോൾ ഫുൾ റൈസിലും വരാതെ കുറച്ച് റൈസ് നമുക്ക് വൈറ്റും കിട്ടാൻ വേണ്ടി സ്ട്രെയിൻ ചെയ്തിട്ട് നോക്കി ഒഴിച്ച് കൊടുക്കണം. ഇനി മാക്സിമം സ്ലോ ഫയറിൽ ഒരു 5-10 മിനിറ്റ് വെച്ചാൽ തന്നെ റൈസ് സെറ്റായിട്ടോ. ഞാൻ ഇതിലേക്ക് ഉണ്ടാക്കിയ ഫിഷിൻ്റെ റെസിപ്പി സെപ്പറേറ്റ് വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം. നല്ല അടിപൊളി ടേസ്റ്റാണ്, ഒരു വെറൈറ്റി ടേസ്റ്റാണ്. എപ്പോഴും നമ്മൾ കഴിക്കുന്ന ഈ മസാലയിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.